എല്ലാവർക്കും നമസ്കാരം. മോക്ക് ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് സീരീസ് കൂടെ തുടങ്ങുകയാണ്. 10 ചോദ്യങ്ങളുള്ള മോക്ക് ടെസ്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റാണിത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആര് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അവസാനം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതിന് സമയം കിട്ടിയല്ലോ അല്ലേ? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആര് എന്നാണ് ആദ്യത്തെ ചോദ്യം. 2, നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏത്? നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാമത്തെ ചോദ്യം. 3, കേരളത്തിൽ നിന്നുമുള്ള ആദ്യ വനിതാ ലോക്സഭാ അംഗം ആരാണ്? കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്സഭാ അംഗം ആര്? കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്സഭാ അംഗം ആരാണ്? ഓർത്ത് വെക്കണേ. ഇനി അടുത്തത് 4 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, നാണയങ്ങൾ മിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. നാണയങ്ങൾ മിൻറ്റ് ചെയ്യുന്നത്, അതായത് നാണയങ്ങളും അച്ചടിക്കുന്നത്, അതായത് മിൻറ്റ് ചെയ്യുന്നത് RBI ആണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് RBI ആണ്. ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് RBI ആണ്. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റാണ്. ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ് ശരി തെറ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനൊരു ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ. RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നാണയങ്ങൾ മിൻറ്റ് ചെയ്യുന്നത് RBI ആണ്, ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് RBI ആണ്. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. ഓക്കെ അല്ലേ? ഏതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ മതി. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണ് എന്നുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അഞ്ചാമത്തെ ചോദ്യം, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ. 6, കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ കോളേജ് സ്ഥാപിച്ചത് ആര്? ആറാമത്തെ ചോദ്യം. 7, നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നമേരി ദേശീയോദ്യാനം, നമേരി നാഷണൽ പാർക്ക്. 8ാമത്തെ ചോദ്യം, അഹോം രാജവംശ ഭരണം നടത്തിയ സംസ്ഥാനം ഏത്? അഹോം രാജവംശം ഓർമ്മയുണ്ടല്ലോ അല്ലേ? 9ാമത്തെ ചോദ്യം, തെറ്റിപ്പോയി. 9ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണെന്നാണ് ചോദ്യം. 9ാമത്തെ ചോദ്യം. 10, നാറ്റോ തലസ്ഥാനം എവിടെ? നാറ്റോ ഒരു ഡിഫൻസ് അലയൻസ് ആണ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ. നാറ്റോയുടെ തലസ്ഥാനം എവിടെയെന്നാണ് 10ാമത്തെ ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആദ്യത്തേത്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രൈം മിനിസ്റ്റർ ആസ് ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ്. നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗ് വന്ന പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗ് വന്നത് 2015 2015 ജനുവരി 1 അല്ലേ? അപ്പോൾ അത് ഏതാണ് പഞ്ചവത്സര പദ്ധതി? 12ാമത്തെ 12th 5-year പ്ലാനാണ്. 12th 5-year പ്ലാനിലാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അല്ലേ? 3ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്സഭാ അംഗം ആരാണ്? ആനി മസ്കറിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്സഭാ അംഗം. ശരിയല്ലേ? ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ശരിയാണോ? കാരണം എന്താ? RBI ആക്ട് വഴി സ്ഥാപിതമായതല്ലേ RBI. അതുകൊണ്ട് തന്നെ RBI ആക്ട് 1934 എന്ന നിയമം വഴി സ്ഥാപിതമായ ഒരു ബോഡിയാണ് RBI. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1 ശരിയാണ്. നാണയങ്ങൾ മിൻറ്റ് ചെയ്യുന്ന RBI ആണ്? അല്ല, നാണയങ്ങൾ RBI അല്ല മിൻറ്റ് ചെയ്യുന്നത്. അത് ഗവൺമെൻറ്റാണ് മിൻറ്റ് ചെയ്യുന്നത്. ആ ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് RBI ആണോ? അല്ല, SEBI ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഷെയർ മാർക്കറ്റുകൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റാണെന്ന ചോദ്യം. അപ്പോൾ തെറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. ഓക്കെ അല്ലേ? 5ാമത്തെ ചോദ്യം, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അണ്ണാദുരൈയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ. 6ാമത്തെ ചോദ്യം, കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ കോളേജ് സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ കോളേജ് സ്ഥാപിച്ചത്. 7, നമേരി ദേശീയോദ്യാനം എവിടെയാണ്? നമേരി നാഷണൽ പാർക്ക് ആസാമിലാണ് നമേരി ദേശീയോദ്യാനമുണ്ട്. അഹോം രാജവംശ ഭരണം നടത്തിയ ഇപ്പോഴത്തെ സംസ്ഥാനം ഏതാണ്? ആസാം തന്നെയാണ്. അഹോം രാജവംശം ആസാം.
9ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ അല്ലേ? ഭൂമധ്യരേഖ ആണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ. നാറ്റോ തലസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് എന്ന് കേട്ടില്ലേ? ബ്രസൽസ് എവിടെയാണ്? ബെൽജിയത്തിലാണ്. ബെൽജിയം. നാറ്റോ ബ്രസൽസ് ബെൽജിയം. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എത്രയാണ് ഇത് കട്ട് ഓഫ് വേണ്ടത്? 6 ഔട്ട് ഓഫ് 10 ഇന്നത്തെ കട്ട് ഓഫ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.